ഈ 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ നടക്കുന്ന സമയത്ത് ഷഹബാസിൻ്റെ കൊലയാളികളെന്ന് നമുക്ക് നിയമപരമായി പറയാൻ കഴിയില്ലെങ്കിലും ആ കുട്ടികൾ പരീക്ഷ എഴുതുന്നതിന് തൊട്ട് മുന്നിൽ വൈകാരികമായി പൊട്ടിത്തെറിച്ചിട്ട് പോയ ഒരു അമ്മയെ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. ടീച്ചർ കൂടിയായിരുന്നു. ആ ടീച്ചർ നമുക്കൊപ്പമുണ്ട്. ടീച്ചർ, എൻ്റെ ഒരു ചോദ്യം ഇതാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് വീട്ടുകാരുമായിട്ടൊക്കെ ഇടപഴകി കലർന്നിരുന്നത് പോലെ ഒരു സാഹചര്യം ഇപ്പോഴില്ലേ? ഈ കുട്ടികൾ എങ്ങനെയാണ് കൈവിട്ടു പോകുന്നത്? 8ാം ക്ലാസ് മുതൽ ലഹരി ഉപയോഗിച്ച് തുടങ്ങിയ ഒരു കുട്ടി ഇന്ന് എൻ്റെ അടുത്ത് അടിവാരത്ത് വന്ന് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ഞെട്ടിപ്പോയി. അയാൾക്ക് ആദ്യം കഞ്ചാവ് കൊണ്ട് കൊടുക്കുന്നത് ക്ലാസ് മുറിയിൽ നിന്നാണ്. ക്ലാസ് മുറിയുടെ പുറത്ത് ഒരു കൂട്ടുകാരനാണ്. പിന്നീട് അയാൾ എല്ലാ ലഹരികളിലേക്കും കടന്നു, ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അമ്മമാർ ഭയന്ന് ജീവിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ടീച്ചർ? അവരുടെ കൂടെ ഈശ്വരനില്ലെന്നാണ് ഞാൻ പറയുന്നത്. ശരിക്കും കുട്ടികളെ ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണ്. കുഞ്ഞുങ്ങളെ ആദ്യം ഈശ്വരനെ വിളിക്കാനാണ്. ഈശ്വരൻ നമ്മോടൊപ്പം ഉണ്ട്. എപ്പോഴും ഈശ്വരനെ വിളിക്കാഞ്ഞിട്ടാണ്, മതപഠനം പോരാഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നുള്ള യാതൊരു സംശയവുമില്ല. ടീച്ചറിന്റെ മുന്നിൽ ടീച്ചർ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ പോക്കറ്റിൽ നിന്ന് കഞ്ചാവ് കിട്ടി, അല്ലെങ്കിൽ MDMA കിട്ടി, ടീച്ചർ എന്ത് ചെയ്യും? ഞാൻ അപ്പോഴേ അവരെ ശാസിക്കുകയും ചെയ്യും, ശിക്ഷിക്കുകയും ചെയ്യും. തീർച്ചയായും പോലീസിനെ അറിയിച്ചിരിക്കും. അതിന് വേണ്ടുന്ന നടപടികളൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുമാണ്. എവിടെ വെച്ചൊരു കുട്ടി സിഗരറ്റ് വലിക്കുന്ന കണ്ടാലും ഞാൻ അത് പ്രതിഷേധിക്കുന്ന ആളാണ്.